ഇഷ്ടപ്പെട്ട ആളെ നേടാനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കിഷ്ടമുള്ള വ്യക്തി, ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ ലവിന് വേണ്ടി മാത്രമല്ല, നല്ല രീതിയിൽ ഈ പറഞ്ഞ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് നടക്കുന്ന സമയത്തോ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് കൂടിയാണ്. ലവേഴ്സിന് വേണ്ടി മാത്രമല്ല, അത് ആദ്യമേ ഉറപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഫോഴ്സ് ചെയ്യലല്ല. അതായത് നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കുന്ന പോലെ ഇതൊരു ഫോഴ്സിങ് അല്ല. ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി, കോൺഫിഡൻസ്, മൈൻഡ് സെറ്റ് എന്നിവ മാറ്റി നല്ല ബന്ധങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ, ക്ലിയർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സ്നേഹവും ബഹുമാനമുള്ളൊരു ബന്ധം ആഗ്രഹിക്കുക, അതാണ് നമ്മൾ ആദ്യം വേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു ഗോൾ സെറ്റിംഗ് പോലെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ, നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കാം. ആ കാര്യത്തോട് നമ്മൾ എന്തിനാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. അതായത് അവൾ അല്ലെങ്കിൽ അവരെന്നെ ഒഴിവാക്കും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുമെന്നുള്ളത് ആദ്യമേ ചിന്തിച്ച് വെച്ചിട്ട് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നടക്കാനുള്ള ചാൻസ് ഇല്ല. ഉറപ്പായിട്ട് നടക്കില്ല, 100% ഷുവറാണ്. പക്ഷേ ഞാൻ സ്നേഹിക്കുന്നു, അവൾ തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് ഉറപ്പോടെ മനസ്സിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാനിഫെസ്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി കിടക്കാൻ 5 മിനിറ്റ് മുമ്പ് നമുക്ക് രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റും. അതാണ് വിഷ്വലൈസിങ്. മനസ്സിൽ കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യാം. മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു സ്വപ്നം കാണും നമ്മൾ. അതായത് നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് അവരുടെ വരുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന മെസ്സേജ് എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, എന്താണ് വരാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അവർ കോൾ ചെയ്യുന്ന വിഷ്വലൈസ് ചെയ്യുക, അവരുമായിട്ടുള്ള ഔട്ടിങ് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലത്തെ മ്യൂച്വൽ ലവും റെസ്പെക്റ്റും ഒരുപോലെ നമ്മൾ ഇമാജിൻ ചെയ്യാം. നമുക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ കോളോ മെസ്സേജോ ഔട്ടിങ്ങോ മ്യൂച്വൽ റെസ്പെക്റ്റോ ലവോ, ഇത് ഏതാണ് ആവശ്യം അത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഡെയിലി ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ മാത്രം ചെയ്താൽ പോരാ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 369 മെത്തേഡ്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിലായിട്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണാൻ ഞാൻ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം സെൽഫ് ലവ് ആണ്. അതായത് സ്വന്തം വാല്യൂ മനസ്സിലാക്കുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എനർജി നമ്മൾ കളയുക, ആവശ്യമുള്ള എനർജി മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അട്രാക്റ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതെപ്പോഴും ആലോചിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിരിക്കുകയും വേണം, വിശ്വാസവും വേണം. അതുപോലെ തന്നെ സമാധാനത്തോടു കൂടിയിട്ട് സന്തോഷത്തോട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാം. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നോക്കണം. അതുപോലെ തന്നെ വിഷ്വലൈസിങ് അല്ലെങ്കിലും നമുക്കിനി എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്ത് ചെയ്യുമ്പോഴായാലും അത് വേണമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സെൽഫ് ലവ് ആയിക്കോട്ടെ, 369 മെത്തേഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വിഷ്വലൈസിങ് ആയിക്കോട്ടെ, ക്ലിയർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴും പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. നടക്കില്ല എന്നുള്ള കാര്യം ഒരിക്കലും നടക്കില്ല. നമ്മളുടെ ചിന്ത, നമ്മളുടെ എനർജിയാണ് മാനിഫെസ്റ്റ് പവറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് ശരിയാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളത് അട്രാക്റ്റ് ആവുള്ളൂ നമ്മളെ ഇതിലേക്ക്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, ഈ മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മാജിക് അല്ല. നമ്മളുടെ മൈൻഡ് പവർ ചേഞ്ച് ചെയ്യുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുതരുന്ന പ്രക്രിയ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ, അല്ലാണ്ട് ഒരു മാജിക് അല്ല. ഓക്കെ, താങ്ക് യു.